നോർമൽ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് അച്ഛൻ വന്നിരിക്കുന്നത്. കോയിൻസ് ഒക്കെ ഉണ്ടാൻ പറയും. അപ്പം അങ്ങനത്തെ ജോലികളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഞാനും എൻ്റെ ബ്രദറും. അച്ഛൻ തന്നെയായിരുന്നു അന്ന് എല്ലാം ഓൾറൗണ്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ്മാൻ തൊട്ട് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് തൊട്ട് ഡെസ്പാച്ച് തൊട്ട് എല്ലാം അച്ഛൻ തന്നെയാണ്. കേറിയപ്പോ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പും മറ്റേ കറങ്ങുന്ന കസേരയും ക്യാബിനും ഒക്കെ കിട്ടിയോ? അല്ല, അച്ഛൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛൻ മോള് ബന്ധം എന്നൊക്കെ ഉള്ളത് വീട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിയ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് കയറിയ നമ്മൾ അതൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ അവിടെ ആ ഒരു പാഷ്വാലിറ്റി വേണ്ട, ആ ഒരു കൺസിഡറേഷൻ വേണ്ട. അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 30-31 ബ്രാഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് നോക്കാനായിട്ട് തന്നെ ഇഷ്ടം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പറയില്ല, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ബ്ലഡിൽ, മേ ബി ബ്ലഡിൽ ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നുണ്ട് അച്ഛൻ്റെ ഈ ജേർണി. ഐ എം നോട്ട് ജോക്കിങ്. ഞാൻ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ ഞാൻ തള്ളി മറിക്കുകയെന്ന്, പക്ഷെ അല്ല. പ്രീതി കമ്പനിക്കാർ പോലും വിചാരിച്ചില്ല ഈ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവുന്നു. നമസ്കാരം, സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 42 വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ കുറുപ്പം റോഡിൽ ഒരു സ്ഥാപനം ഉയർന്നു വന്നു, നന്ദിലത്ത് ഏജൻസീസ്. അതിന്റെ സ്ഥാപകനായിരുന്നു ഗോപു നന്ദിലത്ത്. ഇന്ന് എന്റെ ഒപ്പം കഥ പറയാനിരിക്കുന്നത് ഗോപു ചേട്ടനല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രിയ പുത്രി ഐശ്വര്യ നന്ദിലത്താണ്. ഐശ്വര്യ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഐശ്വര്യ കാണുന്ന ഒരു അച്ഛൻ, എങ്ങനെയാണ് ഈ ഒരു നന്ദിലത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർന്നു വരുന്നത്? സ്റ്റോറി തന്നെയാണ് അച്ഛൻ്റെ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു 80 കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു നന്ദിലത്ത് ജിമാർട്ട് എന്നല്ലേ, നന്ദിലത്ത് ഏജൻസീസ് ആണല്ലോ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ച്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ പഠിക്കാനായി ഡൽഹിയിലേക്ക് പോവാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഡൽഹിയിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമ, അന്നത്തെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യാൻ പോയ കൂട്ടത്തിൽ അച്ഛൻ പാർട്ട് ടൈം ആയിട്ട് രാത്രി വരുമ്പോൾ ബൂസ്റ്റേഴ്സ് ഉണ്ടാക്കലായിരുന്നു. കാരണം അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛൻ 8ാമത്തെ മകനാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ് ഫാമിലി ഒന്നുമല്ല. അപ്പോൾ ഒരു നോർമൽ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛന് വേറെ എന്താ പറയുക, ഫാദറിൻ്റെ സപ്പോർട്ടോ അങ്ങനത്തെ സപ്പോർട്ടുകളോ ഒന്നുമില്ല. അപ്പോൾ പഠിച്ചാൽ ജോലി ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള. അപ്പോൾ അച്ഛനും ആ ആഗ്രഹം കൊണ്ട് തന്നെ അച്ഛൻ ഡൽഹിയിൽ പോയി പഠിച്ചിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിൽ പോയി. അവിടെ എത്തി ബൂസ്റ്റേഴ്സ് വിൽക്കാനായിട്ട്, മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബൂസ്റ്റേഴ്സ് രാത്രി കാലങ്ങളിൽ ഉണ്ടാക്കും. ഒഴിവ് സമയങ്ങളിൽ അന്നത്തെ അവിടുത്തെ മാർക്കറ്റ്, എനിക്ക് മാർക്കറ്റിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ മാർക്കറ്റിൽ പോയി ഇത് വിൽക്കും. വിൽക്കുമ്പോൾ അന്ന് കിട്ടുന്ന ചിലപ്പോൾ 10 രൂപ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് സമ്പാദിച്ച് അച്ഛൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ അച്ഛൻ വിചാരിച്ചു, കുറച്ച് പഠിച്ചു കഴിയുന്നവരവിടെ നിൽക്കുന്ന സമയങ്ങളിൽ ഇത് ചെയ്തതായിരുന്നു. അങ്ങനെ ആ പൈസ സ്വരൂപിച്ച് അച്ഛൻ നാട്ടിലേക്ക് വന്ന് ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അന്നും അച്ഛന് എന്ത് തുടങ്ങണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നത് ഞാൻ എപ്പോഴും ചോദിക്കും അച്ഛനോട്. അപ്പം നാട്ടിൽ വന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ടിവിയും ഫ്രിഡ്ജൊക്കെ വിൽക്കുന്ന ഒരു സംഭവം തുടങ്ങിയാൽ എന്താണെന്ന് അച്ഛൻ അന്നിങ്ങനെ ആലോചിച്ചിരുന്നു അത്ര. കാരണം പലരുടെയും വീടുകളിൽ അന്ന് അറിയാലോ, അന്ന് ഒരു സ്റ്റേറ്റസ് സിമ്പിളായിരുന്നു ടി വി, ഫ്രിഡ്ജ് എന്നുള്ളത്. അപ്പോൾ അന്ന് അച്ഛൻ കൊണ്ടുവന്ന അച്ഛൻ്റെ ഒരു രീതിയിൽ അച്ഛൻ വിചാരിച്ചു, ഞാൻ നാട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു ഇത് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ. അങ്ങനെയാണ് അച്ഛൻ നാട്ടിൽ വന്ന് നന്ദിലത്ത് ഏജൻസീസ് 1983 ഫസ്റ്റ് തുടങ്ങുന്നത്. അന്ന് അച്ഛൻ തന്നെയായിരുന്നു ഓൾറൗണ്ടറും. എല്ലാ പണിയും അച്ഛൻ തന്നെ, എല്ലാതും അച്ഛൻ തന്നെയായിരുന്നു. ഓക്കെ, അവിടെ നിന്നൊരു എക്സ്പാൻഷൻ അച്ഛൻ പറഞ്ഞ കഥകളിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു എക്സ്പാൻഷൻ എങ്ങോട്ടേക്കായിരുന്നു പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛനൊരു ഈ ജിമാർട്ട്, ഗോപു നന്ദിലത്ത് ജിമാർട്ട് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്, ഒരു ബ്രാൻഡിലേക്ക് വന്നത് 2004-ലാണ്. 2004-2005-ലാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഫസ്റ്റ് തന്നെ തൃശ്ശൂർ ആണ് നമ്മൾ ചെയ്തത്. അതിന് മുമ്പ് വരെയുള്ള ഞങ്ങളുടെ ജേർണി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർ തന്നെ ഒരു 6-7 ഔട്ട്ലെറ്റ്സ് ആയിട്ട് ഞങ്ങൾ വ്യാപിച്ചിരുന്നു. പക്ഷെ തൃശ്ശൂർ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു ബ്രാൻഡായി ഇരുന്നു ആ ഒരു സമയത്ത്. കാരണം തൃശ്ശൂർ മാത്രമേ നമ്മൾ എക്സ്പാൻഷൻ ചെയ്തിരുന്നുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും റൈറ്റ് ടൈം ഉണ്ടല്ലോ. അപ്പം ആ ഒരു ടൈമിന് വേണ്ടി വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ തൃശ്ശൂർ തന്നെ ഇൻ ആൻഡ് അറൗണ്ട് തൃശ്ശൂർ ഇത്ര കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഇരിഞ്ഞാലക്കുട, വാടാനപ്പള്ളി, അങ്ങനെ എല്ലാ മേജർ പോക്കറ്റ്സിലും നമ്മൾ തൃശ്ശൂർ ടൗണിൽ തന്നെ നമുക്ക് 4-5 സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ 2000-ലേക്ക് വന്നപ്പോഴാണ് നന്ദിലത്ത് ജിമാർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് അല്ലേ? ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്? കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാൻഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അച്ഛൻ ഈ പുറം രാജ്യങ്ങളിലൊക്കെ മീറ്റിങ്സിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഇതുപോലൊരു സ്റ്റോർ എനിക്ക് തുടങ്ങണമെന്ന്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ അച്ഛനോട്. കാരണം അന്ന് 2004 തൃശ്ശൂർ ജിമാർട്ട് എന്ന സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലൊരു സ്റ്റോറ് വേറെ എവിടെയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല. അത്രയും എന്തായിരുന്നു ഷോപ്പിന്റെ പ്രത്യേകത?
വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ തന്നെയായിരുന്നു അന്ന്. ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡുകൾ എനിക്ക് തോന്നുന്നില്ല അത്രയും ബ്രാൻഡ്സ് വേറെ ആരും ചെയ്തിരുന്നു എന്നുള്ളത്. CTV ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്നാണ് LED TV, തിൻ സ്ലിം TV അല്ലെങ്കിൽ നാനോ LED വരെ വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അന്ന് CTVs ആയിരുന്നു കൂടുതലും. വലിയ TV കണ്ടിട്ടില്ലേ? അപ്പോൾ ആ CTVs, അതിൽ നിന്ന് പ്ലാസ്മ, LCD, അങ്ങനെ പല പല ഒരു റെവല്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് CTVയിൽ ആ ഒരു ടൈമിലാണ്, CTVയുടെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ചെയ്യാത്ത ബ്രാൻഡുകളില്ല. പറഞ്ഞ പോലെ വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ ആയിരുന്നു. ഇന്നും എനിക്ക് തോന്നുന്നു നന്ദിലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഡിസ്പ്ലേയുടെ വലിപ്പം തന്നെയായിരിക്കും. അതെ. കാരണം അച്ഛൻ എപ്പോഴും പറയാം, കസ്റ്റമേഴ്സിന് വന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ നമ്മൾ കുറച്ചൊരു ലിമിറ്റഡ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പം ഞാനൊരു ആസ് എ കസ്റ്റമർ എനിക്ക് കൂടുതൽ സെലക്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ എനിക്കൊരു വാങ്ങാനുള്ള അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതെ. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെപ്പോഴും നമ്മുടെ USP ആയിട്ട് ഇടും. എത്ര ചെറിയ സ്റ്റോറായാലും എത്ര വലിയ സ്റ്റോറായാലും നമ്മൾ എല്ലാ ബ്രാൻഡ്സും ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്രാൻഡ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ റെഫ്രിജറേറ്റേഴ്സ് ഡിസ്പ്ലേയിലുള്ളത് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ ഉണ്ടാവും. 100-ൽ പരമാണ് ഞങ്ങൾ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത്. അത്രയും സ്റ്റോക്ക് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റോക്കാണ്. അത്രയും വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ ഇന്ന് കേരളത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സ്റ്റോക്ക് വെച്ചിട്ടാണ് നന്ദില G-Mart റൺ ചെയ്യുന്നത്. ഇന്ന് 42 വർഷങ്ങളായി. അതെ. എത്ര ഷോപ്പായി? 57 ഷോറൂം ആയി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്. 57 ഷോറൂമായി. അച്ഛൻ മാത്രമായിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എത്ര പേരിലേക്ക് വളർന്നു? 3000-ൽ പരം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. കുടുംബങ്ങളാണ് നന്ദില G-Martനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥനയിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇത്ര നേരം അച്ഛൻ്റെ കഥ കേട്ടു, നന്ദിലത്തെ G-Martന്റെ കാര്യം കേട്ടു. ഞാൻ നേരെ തിരിച്ച് ഐശ്വര്യയിലേക്ക് വരികയാണെങ്കിൽ, ഐശ്വര്യ ചെറുപ്പം മുതലേ ഐശ്വര്യ വളരുന്നത് പോലെ തന്നെയാണ് നന്ദിലത്ത് G-Mart വളരുന്നത്, ശരിയല്ലേ? അപ്പം നന്ദിലത്തിന്റെ ഒപ്പം വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയായിരുന്നു ഐശ്വര്യ ചെറുപ്പം മുതലേ ബിസിനസ്സിലേക്ക് വരാൻ പ്ലാൻ ചെയ്താണോ വളർന്നത്? ഒരിക്കലും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പറയില്ല, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ബ്ലഡിൽ ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നുണ്ട് അച്ഛൻ്റെ ഈ ജേർണി. കാരണം അച്ഛൻ തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ 80 കാലങ്ങളിൽ 83-ൽ സ്റ്റാർട്ട് ചെയ്തു. ഞാനൊന്നും ജനിച്ചിട്ടില്ല. അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് വളരെ ലേറ്റ് 80s കല്യാണം കഴിക്കുന്നത്. അപ്പം അച്ഛൻ്റെ ജേർണി ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ കാണുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ ആ ജേർണിയിൽ തന്നെ അച്ഛൻ തന്നെയായിരുന്നു അന്ന് എല്ലാം ഓൾറൗണ്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ്മാൻ തൊട്ട് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് തൊട്ട് ഡെസ്പാച്ച് തൊട്ട് എല്ലാം അച്ഛൻ തന്നെയാണ്. അപ്പം അച്ഛൻ സ്റ്റോർ ക്ലോസ് ചെയ്ത് വരുന്നത് തന്നെ പാതിരാത്രിയാവും. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് അച്ഛൻ പേപ്പർ വായിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടച്ചാൽ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോവാറുള്ളത്. സൺഡേസ് മാത്രം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ജേർണി അറിയാം, അത്ര ടഫാണെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഈ വെക്കേഷനൊക്കെ വരുമല്ലോ, ഓണം വെക്കേഷൻ അല്ലെങ്കിൽ സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഓണം വെക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പീക്ക് ടൈമാണ് ബിസിനസ്സിന്റെ. ഓഫേഴ്സ് കൊടുക്കുകയും അന്ന് ഓഫേഴ്സിനേക്കാൾ ഇന്നാണല്ലോ ഈ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഓഫേഴ്സിൽ കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ പറയാം. പക്ഷെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അന്നത്തെ സമയത്തൊന്നും അത്ര ഓഫേഴ്സ് ഇല്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് സർവീസ് എന്നുള്ളൊരു മോട്ടോ മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയമാണ്. നമ്മുടെ സ്റ്റോറിലൊക്കെ അത്ര തിരക്കായിരിക്കും. അന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ബ്രാഞ്ചായ നന്ദിലത്തെ ഏജൻസീസിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ബില്ല് ഒക്കെ സീൽ ചെയ്യുക, ചെറിയ ചെറിയ പണികൾ, ഒട്ടിലൊടുക്ക് പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പം ക്യാഷൊക്കെ എണ്ണാൻ നമ്മൾ ചോദിക്കും. പക്ഷെ ലാസ്റ്റ് പറയും വേണ്ട, ഈ ബണ്ടില് 10ന്റെ കെട്ടൊക്കെ തരും. 10 ചെറിയ പൈസയാണല്ലോ, 10 എണ്ണു, ചില്ലറയൊക്കെ തരും, കോയിൻസ് ഒക്കെ എണ്ണാൻ പറയും. അപ്പൊ അങ്ങനത്തെ ജോലികളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഞാനും എൻ്റെ ബ്രദറും. അമ്മയും പോയിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. അമ്മയും ജസ്റ്റ് സ്റ്റോർ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കാര്യങ്ങളായിട്ട് പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു തിരക്ക് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കസ്റ്റമറോട് പോയിട്ട് ചിലപ്പം കസ്റ്റമേഴ്സ് അന്ന് എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ ചേട്ടാ അതേ അവിടെ സെയിൽസ്മാനോട് പോയി ചേട്ടാ അതേ ആ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഓൾറൗണ്ടറായിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വി വർ എൻജോയിങ് ദാറ്റ്. അപ്പം അച്ഛൻ്റെ പണി എന്താണെന്ന് നമുക്കറിയായിരുന്നു. എന്താണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു 0% നമുക്കറിയായിരുന്നു. അങ്ങനെ എന്നാണ് എന്നിട്ട് ഐശ്വര്യ ഒഫീഷ്യലി നന്ദിലത്തിലേക്ക് വരുന്നത്? ഒഫീഷ്യലി ഞാൻ 2016 ഞാൻ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഹോം മേക്കറായി കുട്ടികളെ നോക്കി വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ 2 ഡിഗ്രിയൊക്കെ പഠിച്ച് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാനിങ്ങനെ വീട്ടിലിരിക്കാനാണോ ഈ ഡിഗ്രിയൊക്കെ എടുത്തതെന്ന് തോന്നി. പക്ഷേ തിരിച്ച് ബിസിനസ്സിലോട്ട് തിരിച്ച് ഞാൻ പഠിച്ച പ്രൊഫഷൻ എഞ്ചിനീയറിംഗ്, ദെൻ MBA എടുത്തു മാർക്കറ്റിങ്ങിൽ. പക്ഷേ ഈ 2 ഇതിലേക്കും പോകാനായിട്ട് ഞാൻ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി. പാസ് ഔട്ടായി. പിന്നെ ഒരു 6-7 വർഷം കഴിഞ്ഞു.
മനസ്സിലായോ? അത്രയും കരിയർ ബ്രേക്ക് ഉണ്ടായി. അത്രയും കരിയർ ബ്രേക്ക് ഉണ്ടായി. അപ്പം നമുക്ക്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക എല്ലാവരും പഠിച്ച് വീണ്ടും ജോലിയിലേക്ക് കയറി, അല്ലെങ്കിൽ അപ്പം തന്നെ ജോലി കഴിഞ്ഞാൽ അപ്പം തന്നെ പ്ലേസ്മെൻ്റ് ആയി, പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്ലേസ്മെൻ്റ് ആയി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നു. ഇത് എങ്ങനെയാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അത് വന്നത്? നമ്മള് കൊച്ചിലേ മുതൽ ബിസിനസ് കണ്ടു വളർന്നിരിക്കുന്നു. പിന്നെ അതുമല്ല, ഞാൻ കുറച്ച് ambitious ആയിരുന്നു ആ സമയത്ത്, പഠിക്കണ സമയത്ത്. എനിക്ക് എവിടെയെങ്കിലും പഠിക്കണം, പഠിച്ച് ജോലി കിട്ടണം. MNC അന്ന് എനിക്ക് തോന്നുന്നു 2012 കാലഘട്ടത്തിൽ 11 കാലഘട്ടത്തിലൊക്കെ ഈ MNC ജോബിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അതായത് എന്താ പറയുക, ഇന്ന IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ഗൂഗിളിൽ കിട്ടി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു MNC ഒരു കൾച്ചറായിട്ട് നമ്മൾ പോകുന്ന കുറേ പേരെ എൻ്റെ സീനിയേഴ്സിലും സൂപ്പർ സീനിയേഴ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്കും അങ്ങനെ തന്നെ പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ എബ്രോഡ് പഠിക്കാൻ പോവാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ambitious ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പോലെ തന്നെ കല്യാണം കഴിച്ചു. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ നോക്കിയിരിക്കുകയായി. അല്ല, ഞാൻ MBA എടുത്തു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ MBA പഠിക്കാൻ പോയി 2 വർഷം. അത് കഴിഞ്ഞ് എനിക്ക് 2 കുട്ടികളുണ്ടായി. അപ്പം ഞാൻ കുട്ടികളെ നോക്കിയിരിക്കുകയായി. അപ്പോൾ വീണ്ടും ഫേസ്ബുക്ക് ബ്രേക്ക് വരും. അപ്പോൾ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ പ്ലേസ്ഡ് ആയി. അപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ പ്ലേസ്ഡ് ആയിട്ട് അടുത്ത കമ്പനിയിലേക്ക് മാറിയത് കാണുന്നു, അല്ലെങ്കിൽ ഓൺ ആയിട്ടൊരു കാറ് വാങ്ങിയതൊക്കെ കാണുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്തൊരു ഫെയിലിയർ ആയോ ലൈഫിൽ? നമുക്ക് അങ്ങനെ വരുമല്ലോ ഓബ്വിയസ്ലി. എനിക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്ന ചിലപ്പോൾ കുറേ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഹോം മേക്കർ പഠിച്ചിരിക്കുന്ന എത്രയോ ഹോം മേക്കേഴ്സിന് എനിക്കറിയാം, അവരുടെ ഡിഗ്രി അവർ യൂസ് ചെയ്യുന്നില്ല, അവർ പ്രൊഡക്റ്റീവ് ആവുന്നില്ല ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ഡിപ്രഷൻ ഫേസിലേക്ക് പോയ സമയത്താണ് ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛാ എനിക്കിങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ട്, അച്ഛാ എനിക്ക് ജോലി ചെയ്തോട്ടെ, അച്ഛൻ്റെ കൂടെ ബിസിനസ് ചെയ്തോട്ടെ എന്ന്. അപ്പം അച്ഛൻ ആദ്യം ഭയങ്കര ഇച്ചിരി ഹെസിറ്റൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ, കല്യാണം കഴിഞ്ഞ് ഞാൻ അവൾ വേറെ വീട്ടിലേക്ക് പോയതല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ തോന്നുക, അവർക്ക് എന്ത് തോന്നും, അതല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു, അച്ഛാ അത് കുഴപ്പമില്ല, ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഈ ജോബ് എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഈസി. പുറമേന്ന് കാണുന്ന ഒരാൾക്കും വിചാരിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കുന്നു, പക്ഷേ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ ആ ഷൂസിൽ നിൽക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അല്ലേ. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കെല്ലാം എനിക്ക് ഭയങ്കര മാജിക്കലായിട്ട് റൺ ചെയ്യുന്നു, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് 2016 ഞാൻ ചോദിച്ചു, 17 ഞാൻ കേറിയപ്പോ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പും മറ്റേ കറങ്ങുന്ന കസേരയും ക്യാബിനും ഒക്കെ കിട്ടിയോ? എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും സി ഗ്രാസ് ഇസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ് എന്ന് പറയില്ല. അപ്പൊ എല്ലാവരും കാണുമ്പോൾ എന്നോട് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അല്ല, അച്ഛൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛൻ മോള് ബന്ധം എന്നൊക്കെ ഉള്ളത് വീട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിയ, ഓഫീസ് ബിൽഡിങ്ങിലേക്ക് കയറിയ നമ്മൾ അതൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ അവിടെ ആ ഒരു പാഷ്വാലിറ്റി വേണ്ട, ആ ഒരു കൺസിഡറേഷൻ വേണ്ട. അപ്പോഴായിരിക്കും നമ്മളെല്ലാം പേഴ്സണലി എടുക്കുക. ഇവിടെ അങ്ങനെയൊന്നും പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ നിന്നെ ചീത്ത പറയും, വർക്ക് തെറ്റ് കണ്ടാൽ എനിക്ക് ചീത്ത പറയും. ബാക്കിയുള്ളവരെ പോലെ ഈക്വലി ഞാൻ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിന്നെയും ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന് പറയും. ചിലപ്പോൾ സ്റ്റാഫിൻ്റെ മുമ്പിലൊക്കെ വെച്ച് എനിക്ക് ചീത്ത വെക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അച്ഛൻ എല്ലാവരും വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മോളാണ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഓഫീസ് സ്റ്റാഫിനെ വിളിച്ചു, ഞാൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ മോളാണ് ഇങ്ങനെ ജോയിൻ ചെയ്യും, ഇന്ന് മുതൽ നമ്മുടെ കൂടെ ടീമിലുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് തന്നെ ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ പേരിലൊക്കെ ഡയറക്ടർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളൊരു കമ്പനിയുടെ ബേസ് എന്ന് പറയണത് അതിൻ്റെ എക്സ്പെൻസ് നോക്കുക എന്നുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു. ഒരു മാനദണ്ഡമാണല്ലോ ബിസിനസ്സിൽ അല്ലേ. അപ്പം നമ്മുടെ എക്സ്പെൻസ് അനുസരിച്ചാണ് നമ്മൾ ചെലവ് ചെയ്യേണ്ടതെന്ന് പറയും. ആ സംഭവം എന്നെ പഠിപ്പിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. വരവും ചെലവും നോക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന 30-31 ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് നോക്കാനായിട്ട് തന്നെ ഇരുത്തി. എന്നും എക്സ്പെൻസിന് ഒരു ഫയൽ കൊണ്ടുവരും. എന്നും ഉള്ള ഡെയിലി ട്രാൻസാക്ഷൻ എന്താണോ ഓരോ സ്റ്റോറിലും നടന്നിരിക്കണം, എക്സ്പെൻസിൻ്റെ കാര്യം എന്താ നോക്കുക. അതിൽ അൺവാണ്ടഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസ് അപ്പം തന്നെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോർ മാനേജറെ വിളിക്കും, എന്തുകൊണ്ട് ഈ എക്സ്പെൻസ് വന്നു, അല്ലെങ്കിൽ അച്ഛനെ നോട്ട് ചെയ്യും, ഞാൻ റിപ്പോർട്ട് ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടി എന്തൊക്കെ എക്സ്പെൻസ് ആണ് ഒരു ദിവസം നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. അപ്പം നമുക്കൊരു ഹോൾഡ് കിട്ടുക. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഹോൾഡ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സൈഡിൽ കൂടെ എത്ര പോണ്ട് എന്ന് നമ്മൾ അറിയണം.
അത് പലരും അറിയാതിരിക്കുമ്പോഴാണ് ആ എന്താ പറയാ ഇംബാലൻസിങ് വരുന്നത് ബിസിനസ്. കറക്റ്റ് ആവാതെ വരുന്നത്. ഇംബാലൻസിങ് പല കാര്യത്തിലും വരുള്ളൂ. നമ്മൾ വിചാരിക്കും ഇല്ല അത് കറക്റ്റ് ആയിക്കോളും, എക്സ്പെൻസ് ഇപ്പം ഇത്രയും ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എക്സ്പെൻസ് നോക്കി അതിനൊരു ഹോൾഡ് വരുത്തണം എപ്പോഴും. ആ മേഖലയിൽ വിജയിച്ച് കാണിച്ചു പക്ഷെ അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു സ്റ്റേജിലത്തെ ഒരു എക്സ്പെൻസ് നമുക്ക് ഒരു ബ്രാഞ്ചിലത്തെ എന്താണ് ഒരു സ്റ്റോറിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത സ്റ്റേജിലേക്ക് വന്നു. ഇന്ന് ഇപ്പം ഞാൻ നന്ദില ജിമാർട്ടിന്റെ മാർക്കറ്റിംഗ് ഒരു ഫേസിലിരിക്കുന്നു ആൻഡ് സെയിൽസിലിരിക്കുന്നു. പഠിച്ച കാര്യം തന്നെ വീണ്ടും വന്നു. MBA മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. കാരണം ഞാൻ ചോദിച്ചു വാങ്ങി, എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. ഓക്കെ. ഇപ്പം ഐശ്വര്യ വരുമ്പോൾ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി 80s ബിസിനസ് തുടങ്ങിയ ആളാണ്. ഐശ്വര്യ വരുന്നത് ബിസിനസ്സിലേക്ക് വരുന്നത് 2000-കളിലാണ് ഐശ്വര്യ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു മാർക്കറ്റിംഗ് ആണ് ഇപ്പം ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ആണ് ചെയ്യുന്നത്. എന്ത് മാറ്റമാണ് ഇത് തമ്മിലുള്ളത്? നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. കാരണം അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛൻ പറയും പ്രിന്റ് ആഡ്സ്, അച്ഛൻ 80 കാലഘട്ടത്തിൽ പ്രിന്റ് ആഡ് പോലും ഇല്ല. അന്ന് അച്ഛൻ ഫസ്റ്റ് പ്രിന്റ് ആഡ് ചെയ്ത കഥയൊക്കെ എന്നോട് പറയാറുണ്ട്. റേഡിയോ ആഡ്സ് ആയിരിക്കും ഉണ്ടാവുക, TV ആഡ്സ് ഒക്കെ അതിന് ശേഷമാണ് വന്നത് അല്ലേ. അപ്പം ഇന്ന് TV പോലും വരുന്നത് ഇവിടെ പോപ്പുലർ ആവുന്നതിന് ശേഷം ആയിരിക്കും. കാരണം എൻ്റെ അച്ഛൻ ചെയ്ത ഡൈനോറ എന്ന് പറഞ്ഞ TV, ക്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇതൊക്കെ ഫസ്റ്റ് അച്ഛൻ കൊണ്ടുവന്ന ബ്രാൻഡുകളുണ്ട് തൃശ്ശൂര്. ഇതൊക്കെ തൃശ്ശൂർ അച്ഛൻ കൊണ്ടുവന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പേപ്പർ ആഡ് തന്നെ കൊടുക്കുക എന്നുള്ള വലിയൊരു സംഭവമാണ്, മനസ്സിലായോ. അപ്പോൾ ഇന്ന് അത് റിവേഴ്സിലേക്ക് വന്നിരിക്കുക. ഇന്ന് പേപ്പർ ആഡ് ആർക്കും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇന്ന് എത്ര വീടുകളിൽ പത്രം വരുത്തുന്നുണ്ടാവും, എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പത്രം വരുന്നുണ്ട്. പക്ഷെ അതെന്താ വെച്ചാൽ ചിലർക്ക് ഹാബിറ്റായി മാറി. ഇപ്പം അച്ഛനും അമ്മയ്ക്ക് അത് പേപ്പർ ഫീൽ ടച്ച് ഗുഡ് എന്നുള്ള സംഭവത്തിൽ പത്രം വേണം. പക്ഷെ ഞാൻ താമസിക്കുന്നിടത്ത് ഞാൻ പത്രമേ കാണാറില്ല. അത് എല്ലാം ചിലപ്പോൾ എന്താ പറയുക, ന്യൂസ് ആപ്പുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, ന്യൂസ് ചാനലുകളുടെ പേജുകൾ ഡിപ്പെൻഡ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ന്യൂസുകളായിരിക്കും പലപ്പോഴും നമ്മൾ അറിയുക അതിനേക്കാൾ ഉപരി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പത്രത്തിൽ വരുന്നത്, ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടാണല്ലോ അറിയുന്നത്. അപ്പൊ അതാണ് ഒരു ട്രാൻസിഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. മേജർ ട്രാൻസിഷൻ അതാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് പേപ്പർ ആഡ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന് മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം ബ്രാൻഡ് പൊസിഷൻ, ബ്രാൻഡ് ഇമേജ് കണ്ടില്ലെങ്കിൽ ആൾക്കാർ ജിഗു അവരുടെ ആഡുകൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ ഞാൻ വരുന്ന എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ വ്യവസായികളുള്ള ഒരു സംരംഭം എന്ന് പറയുന്ന കുറേ പ്രസ്ഥാനങ്ങൾ ഉയർന്ന ഒരു നാടാണ്. അപ്പൊ അവിടെ ചിന്താഗതി എന്ന് പറയുന്നത് തൃശ്ശൂർ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുക അങ്ങനെ തന്നെയാണ്. അവരുടെ പേപ്പർ ആഡ്സ് ഒക്കെ കുറഞ്ഞല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചിന്തിക്കും. അപ്പൊ ആ ഒരു ബ്രാൻഡ് പ്രസൻസിന് വേണ്ടി മാത്രം നമ്മൾ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് വരികയാണ്. എല്ലാ കാറ്റഗറി എല്ലാ ബ്രാൻഡ്സും എടുത്താലും അവരും പേപ്പർ ആഡ്സ് കുറച്ച് സ്വിച്ചിങ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ഇതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. സെയിൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ഈസിയറായി ട്രാൻസ്പെറൻറ്റ്. പണ്ട് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ പറയുന്നത് എന്താണോ അതാണ് വേദവാക്യം. ഇന്ന് കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമറോട് പണ്ട് സെയിൽസ്മാൻ പറയാണ് ഇതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഓപ്ഷനേ ഉള്ളൂ. ഇന്നും അങ്ങനെയല്ല. ഇന്ന് ഇന്റർനെറ്റ് നോക്കി അത് പഠിച്ചിട്ട് വരും, യൂട്യൂബിൽ നോക്കി അതിന്റെ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞിട്ട് വരും. ഒരു ഫാമിലിയിലെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും അറിയാം, കുട്ടികൾക്കായിരിക്കും അറിയാം അതിനെ പറ്റിയിട്ട്. TV എടുക്കാൻ വരുമ്പോൾ ഒരു കുട്ടി ആണ് ചെറിയൊരു 8 വയസ്സായ 10 വയസ്സായ ചിലപ്പോൾ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 15 വയസ്സായ കൊച്ചായിരിക്കും പറയുക ഈ TV മതി, ഇതിൽ ഇതാണ് ഉള്ളത് ഫീച്ചർ, എനിക്ക് ഇത് വേണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് തിരിഞ്ഞ് ഒരു 80 കാലഘട്ടത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട 90s പോകുമ്പോൾ, 95 ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും കുട്ടികളായിരുന്നില്ല ഡിസിഷൻ മേക്കർ. അന്ന് അച്ഛൻ തന്നെയായിരുന്നു ഡിസിഷൻ മേക്കർ. അപ്പം അന്ന് അച്ഛൻ അറിയുന്ന നോളജ് സെയിൽസ്മാൻ പറയുന്നത് എന്താണോ അതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ സെയിൽസിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനോടും പറയുന്നത് അതാണ്, നിങ്ങളെക്കാളും ബോധവാന്മാരായിട്ടാണ് കസ്റ്റമേഴ്സ് വരിക. അതെ. അപ്പോൾ ഒരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ആ റിക്വയർമെന്റ് അനുസരിച്ചുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഒബ്വിയസ്ലി നമ്മൾ അവരോട് പറയും നമുക്ക് സെയിൽസ് വേണം അറ്റ് ദി എൻഡ്. പക്ഷേ കസ്റ്റമേഴ്സ് നിങ്ങളെക്കാൾ അറിവുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ടെക്നോളജിയെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ ഇന്ന് പറ്റില്ല, ഓപ്ഷൻ ഇല്ല. പ്രൊആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമർക്ക് അടുത്ത ഓപ്ഷൻ വന്നു കഴിഞ്ഞു.
എന്താ പറയുന്നത്, ഏതിപ്പോൾ ടെക്നോളജി, പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അന്നയുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ, പിന്നെ അറിയാൻ പറ്റും എന്താ ടെക്നോളജി വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്, ഈ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതും പോട്ടെ TV വന്നിട്ടുണ്ട്, മൊബൈല്, ഗാഡ്ജറ്റ്സ് ആണല്ലോ ഇപ്പൊ കുട്ടികളുടെ ഇടയിലുള്ള ഒരു തരംഗം. അപ്പൊ ഇതൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് അതാണ്. കാരണം ചിലപ്പോൾ കൊച്ചിന് ഫോൺ മേടിച്ചു കൊടുക്കാനല്ല, അമ്മയ്ക്ക് മേടിക്കുന്ന ഫോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുട്ടിയായിരിക്കും. അതെ. അപ്പൊ ആ ഒരു സ്വിച്ച് എന്തായാലും മാർക്കറ്റിംഗിലും ഉണ്ടായിട്ടുണ്ട്, സെയിൽസിലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഐശ്വര്യ ഇപ്പോൾ വളരെ ഇനീഷ്യേറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ഐശ്വര്യയുടെ പ്രൊഫൈലിനൊപ്പം തന്നെ ഷീൻ ടെക് എന്ന് പറയുന്ന ഒരു പ്രൊഫൈല് ഐശ്വര്യ ഡെവലപ്പ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്, എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്? ഞാൻ കുറച്ച് ലേറ്റ് ആയി എന്നേ പറയുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ പാൻഡമിക് സമയത്തായിരുന്നു. കാരണം ആ ഒരു സമയത്താണ് നോക്കിയറിയാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു തരംഗം വന്നത്. ഇപ്പം ഞാൻ എവിടെയും എന്നെ ടാഗ് ലൈനായിട്ട് ഇൻഫ്ലുവൻസർ എന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു ഓൺട്രപ്രണർ ആണ്. പക്ഷെ ഓൺട്രപ്രണർ ഹൂ ക്യാൻ ഇൻഫ്ലുവൻസ് ഹെർ ബ്രാൻഡ്, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ ഷീൻ ടെക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം ആവുന്നു. അതിന് മുമ്പ് എന്നോട് ഇങ്ങനെ കുറേ പ്ലാനായിട്ട് എൻ്റെ ടീം പറഞ്ഞു, മാഡം തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങളിങ്ങനെ പല രീതിയിലും നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂ, അതായത് ഓരോ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫേസ് വേറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോരുത്തരെ ഇങ്ങനെ അന്വേഷിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരൻ ആ ബ്രാൻഡിൻ്റെ കൂടെ ഉണ്ട്, വേണ്ട. ഈ പുള്ളിക്കാരി ഇതിലുണ്ട്, വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കൊരു ബ്രാൻഡ് ഇമേജ് നല്ലൊരു ഫേസ് കിട്ടണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ടീം വന്ന് പറയുന്നത് ആരെയും നോക്കണ്ട മാഡം, നമുക്ക് നമ്മളെ മാഡം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തു പോകത്തില്ല. അപ്പോൾ തൃശ്ശൂരുള്ളൊരു ബെറ്റർ ഏജൻസി എന്ന് പറഞ്ഞവരാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പാണോ, ഞാൻ അത് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു 5 വീഡിയോ മാക്സിമം കേട്ടോ, ഒരു സ്കെഡ്യൂളിൽ നമ്മൾ 4 വീഡിയോ ഒക്കെ ചെയ്യാം, 4-5 വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് കണ്ടിട്ട് നമ്മൾ ഇതോടുകൂടി നിർത്തും ഈ ഏർപ്പാട്, എന്നിട്ട് ആർക്കാന്ന് വെച്ചാൽ ഞാനത് കൈമാറും, അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഫസ്റ്റ് ഷീൻ ടെക് എന്നുള്ള ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, LGയുടെ ചാർക്കോൾ മൈക്രോവേവ് ഓവൻ ചെയ്യുന്നത്. ആ ഓവൻ അതിൻ്റെ റിവ്യൂ വന്നപ്പോൾ അത് ഔട്ടായ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആരും എന്താ പറയുക മോശം പറഞ്ഞില്ല, പക്ഷെ നല്ലതാ പറഞ്ഞത്. എങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എങ്ങനെയാണ് മോശമാണെന്ന് പറയുക, ഓൺ ദി ഫേസ് ആരും ചിലപ്പോൾ ക്രിറ്റിസിസം തരില്ല. വളരെ കുറച്ച് പേരെ നമ്മുടെ അടുത്ത് ജെനുവിൻ ആയിട്ട് പറയുള്ളൂ, ബാക്കി എല്ലാവരും നല്ലതാന്ന് പറയും. പൊട്ടയാണെങ്കിലും നല്ലതാന്ന് വിഷമിപ്പിക്കാതിരിക്കാന്ന് വിചാരിച്ചു. ഐശ്വര്യ സൂപ്പർ ആയിരുന്നു. പിന്നെ ഇഷ്ടംപോലെ പറഞ്ഞു, അതിനകത്ത് കമന്റ്സ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, മമതയുടെ വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ഓക്കെ കൊള്ളാം. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുത്തില്ല അത്. സെക്കൻഡ് പ്രൊഡക്റ്റ് ഞാൻ ചെയ്തു. തേർഡ് പ്രൊഡക്റ്റ് ഞാനൊരു കൊക്കസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീതിയുടെ ഒരു കോക്കനട്ട് സ്ക്രേപ്പർ ചെയ്തു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രാവശ്യം സ്റ്റോർ വിസിറ്റ് പോയപ്പോൾ ഞാൻ തൊടുപുഴ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റോർ വിസിറ്റ് ചെയ്യും, ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്ത് സംഭവം കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാം ഒരു കോക്കനട്ട് സ്ക്രേപ്പറാണ്, പക്ഷേ വലിയ എൻക്വയറി ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാർക്കറ്റ് ചെയ്താലല്ലേ അറിയുള്ളൂ, കാരണം ഇത് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വീട്ടിലിരിക്കുന്നവരറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ഒരു കിച്ചൺ ഉപയോഗിക്കുന്ന, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് കിച്ചണിൽ കയറുന്നല്ല, പക്ഷെ ഒരു വീട്ടമ്മ ആയിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് വെച്ച് ഞാൻ റിലേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഏറ്റവും നല്ലതാണ് മാർക്കറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും അതും ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്നാണ്. പ്രീതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്കറിയാം മിക്സിയിലും വർഷമായിട്ടുള്ള ഒരു ലെഗസിയുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇത് നല്ലതാണ്, ഇത് എന്താ മാർക്കറ്റ് ചെയ്ത് അറിയില്ല മാഡം, ഇത് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് അവരോട് കൊണ്ടുവച്ചു, നമുക്ക് PO വന്നു, പർച്ചേസ് ഓർഡറിൽ വന്നു, എല്ലാ ബ്രാഞ്ചിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു താഴെ കൊണ്ടുവയ്ക്കി, ഇത് ക്രോക്കറി സെക്ഷനിലായിരുന്നു, അവിടെ കൊണ്ടുവയ്ക്കില്ല, താഴെ കൊണ്ടുവയ്ക്കി, എൻക്വയറി എന്തായാലും വരുന്നു വന്നു. പക്ഷേ ട്രസ്റ്റ് മീ അത് അങ്ങനത്തെ രീതിയിൽ എൻക്വയറി ഒന്നും വന്നില്ല. പക്ഷെ കാണുന്ന വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് എന്താണെന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ആർക്കും അറിയില്ല, കാരണം എത്രത്തോളം ഒരു സെയിൽസ്മാൻ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു കോക്കനട്ട് സ്ക്രേപ്പർ ഉണ്ട് പ്രീതിയുടെ, അത് ചെയ്യാം നമുക്കെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് മില്യൺസ് അടിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് 8 മില്യണിലേക്ക് ഞങ്ങൾ എത്തി, 8-9 മില്യൺസിലേക്ക് എത്തി ആ ഒരു പർട്ടിക്കുലർ വീഡിയോ മാത്രം, ആ ഒരു പർട്ടിക്കുലർ വീഡിയോ. അപ്പോൾ എനിക്ക് അത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്നെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ എനിക്ക് തിരിച്ച് ആ വീഡിയോ അയക്കുകയാണ്, ഇൻസ്റ്റയിലൊക്കെ തപ്പി പിടിച്ചിട്ട്. പിന്നെ ഫോൺ നമ്പർ ഉണ്ട്, പക്ഷെ നമ്മൾ നോട്ട് ഇൻ ടച്ച്. പക്ഷെ അവരൊക്കെ തിരിച്ചയച്ചിട്ട് എടോ തൻ്റെ വീഡിയോ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്, പിന്നെ ഇത് ഞങ്ങളുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓ ഗുഡ്. അപ്പം എന്താ വെച്ചാൽ അവിടെ എന്നെ ബ്രാൻഡ് ചെയ്യുന്നേക്കാളും ഉപരി ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡിന് ഒരു അപ്ലിഫ്റ്റ് കൊടുത്തു. അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായി തോന്നി. അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഈ ജേർണി വിടാൻ പോകുന്നില്ല. ഞാൻ ഇപ്പം നാളെ ഞാൻ അന്ന് ഉദ്ദേശിച്ച പോലെ ഒരു ഫേസ് വേറെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ ബ്രാൻഡിലേക്ക് പോവാം, അല്ലെങ്കിൽ അവർ ആ പണി നിർത്താം. അപ്പം ഞാൻ അതുവരെ ഇട്ടത് വെള്ളം കോരുന്നത് ഒരു ഓട്ടയുള്ള ബക്കറ്റിലേക്കായിരിക്കും. അപ്പോൾ അതിനേക്കാൾ ഉപരി ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു അച്ഛനോട് എപ്പോഴും തമാശയ്ക്ക് പറയും, ഞാൻ അച്ഛനൊരു ബ്രാൻഡ് ആയിട്ട് അതായത് എന്നെ തന്നെ ഞാനൊരു ബ്രാൻഡിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാണ്. അച്ഛനപ്പോൾ ഈ ആങ്കറിനൊന്നും പൈസ കൊടുക്കണ പോലെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അച്ഛൻ ഹാപ്പിയാണോ? അച്ഛൻ ആദ്യം ഈ എന്താ പറയുക ഫസ്റ്റ് 2 വീഡിയോസിലൊന്നും അച്ഛന് ഇതിൻ്റെ ഒരു എന്താന്ന് മനസ്സിലായില്ല, USP എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ 3rd വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അതിൻ്റെ ഹുക്ക് മനസ്സിലായി. പ്രൊഡക്റ്റ് അന്വേഷിച്ച് ഷോപ്പിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. ഈവൻ ഐ എം നോട്ട് ജോക്കിങ്. ഞാൻ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പോയി ഞാൻ തള്ളി മറിക്കാന്ന്, പക്ഷെ അല്ല, പ്രീതി കമ്പനിക്കാർ പോലും വിചാരിച്ചില്ല ഈ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവുന്നു. അവർ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയതാണ് കഴിഞ്ഞ മുന്നത്തെ വർഷമാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്. അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന സ്റ്റോക്ക്, അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും PO ഇട്ടു. അപ്പോഴേക്കും മാർക്കറ്റിലൊരു തരംഗമായി, എല്ലാവർക്കും വേണം പിന്നെ ഈ പ്രൊഡക്റ്റ്. whoever is dealing with പ്രീതി ചേഞ്ച് മേക്കറായി. എനിക്ക് പ്രീതിയുടെ സിഇഒയുടെ കോൾ വന്നു saying താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എടോ അവര് പോലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര വലിയൊരു സംഭവമായി മാറും എന്നുള്ളത്. നമ്മളറിയാം നമ്മൾ അധോലോകമായിരുന്നല്ലേ. അല്ലെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ USP നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ഹിറ്റാണ്. ഇപ്പോൾ ഞാൻ പറയണത് ഞാൻ ചെയ്തത് കൊണ്ടൊന്നല്ല, പക്ഷെ ആ പ്രൊഡക്റ്റ് എൻ്റെ സ്റ്റോറിൽ ഒരു 2-3 മാസമായിട്ട് ഇരിക്കുന്നതായിരുന്നു. ഓണത്തിന് ഇറങ്ങിയ പ്രൊഡക്റ്റാണ്. ഞാൻ അത് ലോഞ്ച് ചെയ്യണത് ഷീൻ ടെക്കിൽ നവംബറിലാണ്. അപ്പോൾ ഓണത്തിന് അത് അവിടെ ഇരുന്നിട്ടും അത് പോയിരുന്നില്ല. 1-2 ബില്ലിംഗ് നടന്നിട്ടുണ്ടാവും ഒരു ബ്രാഞ്ചിൽ ഓണത്തിൻ്റെ സമയത്ത്. കാരണം ഇതിൻ്റെ ഫങ്ഷനാലിറ്റി അങ്ങനെ ആൾക്കാർക്ക് അറിയണ്ടാകുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രാഞ്ചിൽ നിന്ന് മാനേജേഴ്സിൻ്റെ വിളി, മാഡം ഞങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വേണം, ഇത് കഴിഞ്ഞു ഞങ്ങളുടെ നിന്ന്. പിന്നെ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് കൊടുക്കില്ല. പിന്നെ ബുക്കിംഗ് എടുത്തു, എത്ര ബുക്കിംഗ് ഞങ്ങൾ എടുത്തു എന്നറിയോ? ആണല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ USP. നമ്മൾ പറയുന്നത് അനുസരിച്ചിരിക്കുമ്പോൾ ആൾക്കാർ അത് വിശ്വസിക്കുക. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയോ അതോ ഇതോ അല്ല, ജെനുവിൻ ആയിട്ട് പറയാം. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സുകളിൽ ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിൽ ആൾക്കാർക്ക് അത് എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, അതെങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ അതൊരു പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. അതായിരുന്നു എൻ്റെ ഒരു മോട്ടോ ബിഹൈൻഡ് ഷീൻ ടെക്. ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് നന്ദലത്തിൽ വരുന്നുണ്ട്, 1 തിങ്. സെക്കൻഡ് തിങ്, ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഈസിയർ ആക്കും, അത്തരത്തിലുള്ള ഹുക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. അത് കുറേ പേർക്ക് അത് റിലേറ്റബിൾ ആണ്. ഞാനിപ്പോൾ ഐശ്വര്യ കാര്യം ചോദിക്കട്ടെ. ഐശ്വര്യ, നന്ദിലത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യ ഒരു ലെഗസിയും പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫേസ് ആയിട്ടാണ് പെട്ടെന്ന് വന്നത്. ശരിക്കും ആ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നന്ദിലത്തിൽ വന്നാൽ കിട്ടുമോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നന്ദിലത്തിന്റെ ഒരു ഫേസ് ആയിട്ട് മാറുകയാണ് ഐശ്വര്യ. അതും അച്ഛന്റെ പേര് കളയാതെ വേണം ഈ ഒരു ലെഗസി കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതൊരു ടാസ്ക് ആയിരുന്നോ? ഞാൻ പറയില്ലേ, സെക്കൻഡ് ജനറേഷൻ ബിസിനസ് എന്ന് പറയുന്നത്, ഈവൻ എന്ത് ബിസിനസ് എന്നല്ല, എന്ത് എന്താ പറയുക ഫീൽഡ് എടുത്താലും സെക്കൻഡ് ജനറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടീഡിയസ് ജോബ്. കാരണം അത് അവർക്കേ അറിയുള്ളൂ അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയും, ദുൽഖർ സൽമാനോട് പോയി ചോദിക്കണം എന്താണ് ദുൽഖർ സൽമാൻ്റെ ചാലഞ്ചസ് എന്നുള്ളത്. അതുപോലെ ഏത് ഇൻഡസ്ട്രി എടുത്താലും, ഈ വെദർ ഇറ്റ് ബി പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമ ആൻഡ് മൂവി ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ഇൻഡസ്ട്രി എടുത്താലും സെക്കൻഡ് ജനറേഷൻ ഓൾവേസ് ദർ ഇസ് എ കമ്പാരിസൺ ഫസ്റ്റ് ജനറേഷനായിട്ട്. അത് ശരിക്കും നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ആ ചലഞ്ചസ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അച്ഛൻ്റെ പേര് കളയാതെ, ഈ പറഞ്ഞ പോലെ അച്ഛൻ ചെയ്ത പോലെ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ബ്രദറിന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ബ്രാൻഡിൻ്റെ ആ വാല്യൂ നിലനിർത്തിക്കൊണ്ട് എന്നാൽ പഴയതിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ചെയ്യാതെ പുതിയതിലേക്കുള്ള ട്രാൻസിഷനാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നന്നായി പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ബ്രാൻഡ് അംബാസിഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ പറയുകയാണ്, ഞാൻ ബ്രാൻഡ് ഫേസ് ആയി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എവിടെയും ക്ലെയിം ചെയ്യില്ല ഞാൻ ബ്രാൻഡ് ഫേസ് ആയിരുന്നു. കാരണം ഷീൻ ടെക് എന്നുള്ളൊരു പേജ് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്
എൻ്റെ ബ്രാൻഡിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാനല്ലാതെ എൻ്റെ ബ്രാൻഡിനെ വേറെ ആരാ ഏറ്റവും നന്നായിട്ട് പറയുക? അതാണ്. അതിനോട് തന്നെ ചേർത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പുറകെയാണ്. ഇപ്പം എവരിവൺ ഒരു കാലഘട്ടം വരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവരെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് പോവാണ്. ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇപ്പോൾ ഒരു നെസസിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈവൻ സോഷ്യൽ മീഡിയയിലായാലും ആദ്യം തന്നെ അവർ പോയിട്ട്, ഇപ്പോൾ ഞാൻ അന്നനെ പരിചയപ്പെട്ടു, അപ്പം തന്നെ അവർ ചോദിക്കും ഇൻസ്റ്റയിലുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ട്വിറ്ററിലുണ്ടോ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം അല്ല, ട്വിറ്റർ ഓർ ലിങ്ക്ഡിൻ ഇതിലാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ഓൺട്രപ്രണേഴ്സ് ഉള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോർ ലൈക്ക് നമ്മളൊരു നെറ്റ്വർക്കിംഗ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ആസ് എ ബ്രാൻഡ് ഇപ്പം ഞാൻ ഷീൻടെക് തുടങ്ങിയ സമയത്ത് എനിക്ക് കൂടുതലും അതൊരു നെറ്റ്വർക്കിങ്ങിലേക്ക് മാറാൻ പറ്റി. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഐശ്വര്യ നന്ദിലത്ത് എന്നുള്ളൊരു പബ്ലിക് പേജ് ഞാൻ തുടങ്ങാൻ ഫോഴ്സ്ഡ് ആയത് ഷീൻടെക് തുടങ്ങിയപ്പോഴാണ്. തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു നെസസിറ്റി ആയി മാറുകയാണ്. നെറ്റ്വർക്കിംഗ് വരും, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിനകത്ത് വരിക. ആൻഡ് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിൽ പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയാലും, നിങ്ങൾക്ക് മുന്നേ വന്നവരെ നോക്കിയാലും, ശേഷം വന്നവരെ നോക്കിയാലും, ആരെ നോക്കിയാലും അവിടെയെല്ലാം ഒരു പുരുഷാധിപത്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇവൻ അച്ഛൻ്റെ മകളാണെങ്കിൽ കൂടി ഐശ്വര്യ നന്ദിലത്ത് എന്ന് പറയുന്ന വ്യക്തി അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, സ്ത്രീ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുമ്പോൾ ആ ഒരു പൊസിഷനെ എങ്ങനെ നോക്കിക്കാണുന്നു, ആ ഒരു പവറിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ വൺ ഓഫ് ദ കൺസേൺ അതായിരുന്നു ഞാൻ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. കാരണം അയ്യോ ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് നീ മാത്രമായിരിക്കും ഒരു വിമൻ ആയിട്ട് കയറി വരുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, പല സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും, കോംപ്രമൈസസ്, അതായത് ഫാമിലി, ഇപ്പോൾ കുട്ടികളുണ്ട്, അപ്പോൾ അത് പറഞ്ഞ് ചിലപ്പോൾ സെൻറ്റിമെൻറ്റ്സ് അടിച്ചിരിക്കാൻ പറ്റില്ല, ട്രാവൽ ചെയ്യേണ്ടടുത്ത് നീ ട്രാവൽ ചെയ്യേണ്ടി വരും, അപ്പോൾ സൊസൈറ്റിക്ക് നീ ജഡ്ജ്മെൻറ്റിലാവും, അങ്ങനെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റീരിയോ ടൈപ്പ് മെൻറ്റാലിറ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യും, ഇന്ന് എനിക്ക് ബ്രാഞ്ച് വിസിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യും, ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അച്ഛൻ പോകാൻ പറയും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ തന്നെയാണ് നമ്മുടെ ലിമിറ്റ്സിനെ മാർക്ക് ചെയ്യുന്നത് തന്നെ. നമ്മുടെ ചൈനയിൽ പോയി കഥ അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ലിമിറ്റ്സിനെ മാർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കോൺഫറൻസിനൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചൈനയിൽ പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞങ്ങളൊരു AWE എക്സിബിഷന് പോയതാണ്. ലൈക്ക് ഇലക്ട്രോണിക്സ് എക്സിബിഷനാണ് AWE എന്ന് പറയുന്നത്. വൺ ഓഫ് ദി വേൾഡിലെ ബെസ്റ്റ് എക്സിബിഷനാണ്. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ടീമായിട്ട് പോയത്. ആ ടീമിൽ ഞാൻ മാത്രമുള്ള ഒരു പെൺകുട്ടി. അടിപൊളി. എത്ര കൺട്രിയിൽ ആൾക്കാരുണ്ട്? ഒരുപാട് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ത്യന്ന് റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മെൻ. അത്തരത്തിലുള്ള മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ സോണിയുടെയോ അല്ലെങ്കിൽ LGയുടെ ഒക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ അവർ പറയും ലേഡി ഇൻ ദ ഗ്യാങ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിളിക്കും, ഭയങ്കര നോട്ടീസബിൾ ആവും. അപ്പോൾ ഭയങ്കര ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു വിമൺ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് കൊണ്ടുപോവുക. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ഇൻഫാക്ട് എൻ്റെ അടുത്തൊരു CEO പറഞ്ഞിരുന്നു, പുള്ളി പറഞ്ഞത് ഗുഡ് തിങ് ദാറ്റ് നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വരുന്നത്, വിമൻ എന്ന് മാറി നിൽക്കാതെ ഈ ഇൻഡസ്ട്രിയിലേക്ക് മുന്നിട്ട് വരുന്നു, അച്ഛൻ്റെ ബിസിനസ് നോക്കുന്നു, അത് നല്ലൊരു കാര്യമാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബം മൂമെൻറ്റ്സ് ആണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എല്ലാവരും പറയും ഒരു വിമൺ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബിസിനസ്സിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന്. ഇമോഷൻസ് കൂടുതലാണ്, രണ്ടിനെയും ഇമോഷൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ നമുക്ക് രണ്ടിനെയും രണ്ട് രീതിയിൽ കാണാൻ പറ്റണം. ബിസിനസ്സിനെ വേറെയും ഇമോഷൻസിനെ വേറെയും വേർതിരിച്ച് കാണാൻ പറ്റണം. അവിടെ ബിസിനസ്സും ഇമോഷൻസും കൂടെ മിക്സപ്പ് ചെയ്യുമ്പോഴാണ് പല ഡിസിഷൻസും പാളിപ്പോവുക. അതെ. അപ്പോൾ ആ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഫൈൻ. ആൻഡ് നമ്മളാണ് നമ്മുടെ ലിമിറ്റ്സിനെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാണ്, അന്ന എൻ്റെ ചുറ്റൊരു സർക്കിൾ വരച്ചിട്ട് പറയാം, അയ്യോ എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ തന്നെ വിചാരിക്കണം ആ സർക്കിൾ കവച്ച് വെച്ച് എനിക്ക് അപ്പുറത്തേക്ക് പോകണം എന്നുള്ളതല്ലേ. അത് എത്ര എക്സ്റ്റേണൽ ഫാക്ടർ നമ്മൾ ഉന്തിയാലും ഞാൻ വിചാരിക്കാം ഞാൻ അവിടെ നിന്ന് അനങ്ങില്ല എന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ ആ ലിമിറ്റ്സിനെ ഞാൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ ബ്രേക്ക് ചെയ്യണം. ചില സമയത്ത് എനിക്ക് മോം ഗിൽസ് വരും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ട് വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെടും, ഞാനിങ്ങനെ പോകുമ്പോൾ ഞാനൊരു 10 ദിവസത്തേക്ക് ചൈനയിൽ പോയി, ഇനിയിപ്പോൾ വീണ്ടും 15 ദിവസത്തേക്ക് ഞാൻ പോകും, കുട്ടികളെ മിസ് ചെയ്യും, അതിപ്പോൾ വെക്കേഷൻ ടൈം വരികയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ബാലൻസ് ചെയ്യാന്നുള്ളത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ നിന്ന് പഠിച്ചൊരു കാര്യം അതാണ്. അപ്പം അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു. അച്ഛൻ്റെ യങ് ഏജിൽ പറയുമ്പോൾ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അച്ഛൻ അതിനെ ബിൽഡ് ചെയ്ത് ഇന്ന് നന്ദില ജിമാർട്ടായിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് ഈ സീറ്റിലിരിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ട്രഗിളാണ്, അച്ഛൻ്റെ വേർപ്പാണ്. ഡെഫിനറ്റ്ലി അത് ഞാൻ മറക്കില്ല. കാരണം ഞാൻ എവിടെയും ചെന്നിട്ട് ഞാൻ ഓക്കെ നന്ദില ജിമാർട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറയില്ല. അതെൻ്റെ അച്ഛൻ്റെ സ്ട്രഗിളാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നതും. ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാരത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ട്രഗിൾ കൊണ്ടും മാത്രമാണ്. ആ ബ്രാൻഡ് ഞങ്ങളാക്കിയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. മനസ്സിലായി, ലെഗസിയിലുള്ള കസ്റ്റമേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആ ഒന്ന് ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, അത് എൻ്റെ അച്ഛൻ്റെ ഒരു ഇതുകൊണ്ടാണ് ടുഡേ വാട്ട് ഐ ആം ടുഡേ, ഓർ ഇന്ന് എന്നെ വിളിച്ചിവിടെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഇതെന്താന്നുള്ളത്. അപ്പോൾ എനിക്കത് എപ്പോഴും ഒരു മോം ഗിൽട്ട് വരുമ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ അച്ഛൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇസ് എ ഗുഡ് ബിസിനസ് മാൻ ആസ് വെൽ ആസ് എ ഫാമിലി പേഴ്സൺ. അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ? വളരെ അപൂർവങ്ങളിലായിട്ടുള്ള നിമിഷങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അച്ഛൻ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഓടിക്കും ചിലപ്പോൾ. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ചിലപ്പോൾ പറയാം സ്കൂൾ മീറ്റിംഗ്സിനൊന്നും അച്ഛൻ വരാറില്ല, അമ്മയാണ് കൊണ്ടുപോകാറുള്ളത്. അല്ലെങ്കിൽ വല്ല ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അമ്മ ഓടേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കോളേജ് അഡ്മിഷനൊന്നും അച്ഛൻ ചേർക്കാൻ വന്നിട്ട് തോന്നില്ല. അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കോളേജിൽ ഫസ്റ്റ് ടൈം. പക്ഷേ അഡ്മിഷന് ഞാനും അമ്മയും കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പലരുടെയും അച്ഛന്മാർ വരുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ എൻ്റെ അച്ഛൻ ബിസി ആയിരുന്നു ആ സമയത്ത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് അച്ഛൻ സൺഡേസോ വീക്കെൻഡ്സ് വരുമ്പോൾ അച്ഛന് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അച്ഛൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ ട്രിപ്സ് പോവും, ടാലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ബാലൻസ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ അത് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയതുകൊണ്ട് മേജർ മിസ്സിങ് ഉണ്ടായിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ ഇൻസിഡൻസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ പലരുടെ അച്ഛന്മാർ വരും, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയായിരിക്കും എനിക്ക് ഉണ്ടാവുക കൂടെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു മിസ്സിങ് ആയിട്ടുണ്ടാവും. അച്ഛൻ കാണാൻ മീറ്റിങ്ങിന് അച്ഛൻ വരാത്തത് തന്നെ നല്ലത്. അതെ, അല്ല എന്നാലും നമ്മൾ പറയുമല്ലോ അച്ഛൻ വരുന്നതിന് കുറച്ചുകൂടെ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരുമല്ലോ. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത പക്ഷം അച്ഛൻ അത് ബാലൻസ് ചെയ്യാറുണ്ട് തന്നെ. അപ്പം എല്ലാ സൺഡേസും പണ്ട് ഞാൻ പറയും ഗുരുവായൂർ പോകാൻ ഞങ്ങൾക്ക് മോർണിംഗ് ഒരു റിച്വലാണ്. എല്ലാ സൺഡേയും അച്ഛൻ ഗുരുവായൂർ ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പോഴും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി ഫാമിലി പ്രാരാബ്ധമായതുകൊണ്ട്. പക്ഷെ അച്ഛൻ പോവും. അച്ഛൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും യാത്രകൾക്ക് മുമ്പോ അല്ലെങ്കിൽ എന്തായാലും അച്ഛൻ ഗുരുവായൂർ ഭക്തനാണ്, അപ്പം അച്ഛൻ പോവും. അപ്പോൾ പക്ഷെ സൺഡേസ് പണ്ട് ഞങ്ങൾ കോളേജ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ വേറെ പോകുന്നവരെ, കോളേജിലേക്ക് മാറി ഹോസ്റ്റലിൽ താമസിക്കുന്ന വരെ ഞങ്ങളുടെ വീട്ടിലെ റിച്വൽസ് ആയിരുന്നു. എല്ലാ സൺഡേയും അച്ഛൻ ഞങ്ങളെ ഗുരുവായൂർ കൊണ്ടുപോകും. അത് മസ്റ്റാണ്. പിന്നെ ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ ഡിന്നർ പുറത്തുനിന്നായിരിക്കും. അപ്പോൾ ആ ഒരു സൺഡേസ് മെൻ ഫോർ എ ഫാമിലി ഡേ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ട്രിപ്സോ വെക്കേഷൻസ് വരുമ്പോൾ അച്ഛൻ പോകും. അപ്പോൾ ഒരു ഫാമിലി മാൻ ആയിരുന്നു. പക്ഷേ ഈസ് ഓൾസോ ബിസിനസ് മാൻ. പക്ഷെ അച്ഛന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ്റെ ഫസ്റ്റ് ബേബി നന്ദിലത് ജിമാർട്ട് തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പ്രൗഡ്ലി ഐശ്വര്യ നന്ദിലത്ത് എന്ന് ഡെഫിനറ്റ്ലി ഇത് ഞാനായതോ അല്ലെങ്കിൽ എൻ്റെ മിടുക്കുകൊണ്ടല്ല, അത് അച്ഛൻ്റെ ഒരു ലെഗസി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ അനിയൻ്റെയും ഒരു മേജർ ദൗത്യം. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ. ഇപ്പം ഞാനൊരു വിമനാണ്, ഐശ്വര്യ ഒരു വിമനാണ്. അപ്പം നമ്മൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെക്കാൾ ടാലൻ്റുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാടുള്ള പെൺകുട്ടികൾ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഇന്ന് വെറുതെ വീട്ടിലിരിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പം ഞാൻ ഐശ്വര്യയുടെ പേഴ്സണൽ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഐശ്വര്യ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഐശ്വര്യ ഓഫീസിൽ പോകുന്നുണ്ട്, ഐശ്വര്യ ഡാൻസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷീൻ ടേക്കിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇതെല്ലാം കൂടി സാധിക്കുന്നു? എന്നെ പലരും ഇങ്ങനെ ട്രോളാറുണ്ട് പറഞ്ഞിട്ട്. എനിക്ക് 24 മണിക്കൂർ പോരാന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, പക്ഷെ ഞാൻ പറയാം അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വേർ യു ഓർഗനൈസ് യുവർ ടൈം, ദ പ്രയോറിറ്റൈസ് യുവർ തിങ്സ്. ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചിലപ്പോൾ കുറച്ച് പേര് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇതേ സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം ലൈഫിൽ, എന്താ ചെയ്യുക അന്ന് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഇന്ന സമയത്ത് ഞാൻ ഡാൻസ് ചെയ്യില്ലായിരുന്നു, ഞാൻ ഡാൻസൊക്കെ നിർത്തിയിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഞാൻ പോവില്ലായിരുന്നു. കുട്ടികളുടെ കാര്യം നോക്കുക, TV കാണുക, കുട്ടികളുടെ കാര്യം നോക്കുക, കുക്ക് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട് പോയിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കൊരു
നമ്മളൊന്നും ലൈഫിൽ ചെയ്തില്ല എന്നുള്ളൊരു സംഭവം വരും. ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ നല്ലൊരു ഹോം മേക്കറാണ്, നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഗ്രാൻഡ് മദറാണ്. പക്ഷെ അമ്മയുടെ ലൈഫിൽ അമ്മ എന്താ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല, കുട്ടികളെ നോക്കലല്ലാതെ. മനസ്സിലായോ? അതിപ്പോ അന്നയുടെ പേരൻസിനെ എടുത്താൽ എനിക്കറിയില്ല, എല്ലാവരുടെയും ആ ഒരു ജനറേഷനിലുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു അല്ലേ. നമ്മളാണ് കുറച്ചുകൂടെ മാറി ചിന്തിച്ചു. നമ്മള് മില്ലേനിയൽ കിഡ്സ് ആണോ അതോ 90s എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഞാൻ 89 90s അപ്പോൾ മില്ലേനിയൽ കിഡ്സോ 90s കിഡ്സിനൊക്കെ എല്ലാവർക്കും കുറച്ചും കൂടെ നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായി ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ കുട്ടികൾ സൂപ്പർ പ്രോഗ്രസീവായി. അതെ, മനസ്സിലായോ? അവരിപ്പോഴേ ഇൻസ്റ്റഗ്രാമുള്ള പിള്ളേരുണ്ട്, ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പോൾ നമ്മുടെ സാക്രിഫൈസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ പേരൻസിൻ്റെ സാക്രിഫൈസ് ഉള്ളത്. അപ്പം നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ അമ്മ റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ അമ്മ തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മ ലൈഫിൽ എന്താ ചെയ്തത് ഞാൻ ഇടയ്ക്ക് ചോദിക്കും, അമ്മ ലൈഫിൽ എന്താ ചെയ്തത് ചോദിക്കും. ഞങ്ങളെ നോക്കി അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി ഇപ്പം പേരക്കുട്ടികളുടെ കാര്യം നോക്കണു, അതല്ലാതെ അമ്മ ലൈഫിൽ എന്താ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സ്റ്റേജിലേക്കോ വരുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തയ്യാറും ആവില്ല, നമ്മുടെ കുട്ടികളുടെ മക്കളെ നോക്കിയിരിക്കും നമ്മൾ തയ്യാറാവില്ല എന്ന് മാത്രമല്ല, പക്ഷെ ചിലർ റിട്ടയർമെന്റിലേക്ക് പോവാം. ഒത്തിരി ഓടി നടന്നിട്ട് ഇനി മതി റിട്ടയർമെന്റ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, അവർക്ക് നല്ലൊരു കളർഫുൾ ലൈഫാണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യണ കാര്യം അന്ന പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ ഡാൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യണം. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. വെദർ ഇറ്റ് ബി ഡാൻസോ സ്പോർട്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എംബ്രോയിഡറി ചെയ്യുന്നതോ, അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കാണുകയാണെങ്കിൽ ഡൂ ഇറ്റ്. അറ്റ് ദി എൻഡ് നമുക്ക് അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ലിവ് ചെയ്തു, നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത്. കാരണം ഞാൻ ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്നാൽ എനിക്ക് കിട്ടുന്ന പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്ലഷറാണ്. കാരണം ഞാൻ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ പോയി ഡാൻസ് ചെയ്യും. അത് നമ്മുടെ ഇമോഷൻസിനെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് ഡാൻസ് ചെയ്യുമ്പോൾ. ചിലർക്ക് പാട്ട് പാടുമ്പോഴായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട് പാട്ട് പാടുന്ന ചിലർ സെൻറ്റി സോങ്സ് പാടുമ്പോൾ പറയും അതിൽ കൂടെ എൻ്റെ ഇമോഷൻസിനെ ഞാൻ ഐ എം ലെറ്റിംഗ് ഇറ്റ് ഗോ. സന്തോഷ പാട്ട് പാടുന്നത് ഞാൻ ഹാപ്പി ആണെന്നുള്ളത് എൻ്റെ ഹാപ്പി സോൾ ഹാപ്പി ഹോർമോണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളറിയാം നമ്മുടെ പാഷൻ എന്താണ്, നമുക്ക് എന്താണ് ലൈഫിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മുടെ കരിയർ വൈസ് അല്ല, പാഷൻ വൈസ് നോക്കുമ്പോൾ. ഇനി കരിയർ വൈസ് നോക്കേണ്ട കുട്ടികളുണ്ടെങ്കിൽ, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഐ എം ടെല്ലിങ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. അതൊരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ഫ്രം സ്മോൾ. ചെറിയൊരു കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രോഗ്രസീവ് വേ എന്താണോ നോക്കുക, അത് പോകുന്നത് എങ്ങോട്ടാണ്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് സോഷ്യൽ മീഡിയ. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഹോം ഗ്രോൺ ബ്രാൻഡ്സ് അത്രയുണ്ട്. ഞാൻ എത്ര ഹോം ഗ്രോൺ ബ്രാൻഡ്സിനെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി, ആ ബ്രാൻഡ് എല്ലാവർക്കും നോൺ ആയി കഴിഞ്ഞപ്പോൾ അവർ ഓഫ്ലൈൻ സ്റ്റോർ വെക്കുന്ന എത്രയോ ബ്രാൻഡ്സിനെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 80 ഇപ്പം എൻ്റെ അച്ഛൻ ബിസിനസ് തുടങ്ങിയ സമയത്താണ് ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയാൻ ഞാൻ. കാരണം വെച്ചാൽ അന്നൊന്നുമില്ല. അന്ന് വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആഡ്, അന്ന് അത്രയും ബുദ്ധിമുട്ടാണ് ന്യൂസ് പേപ്പർ ആഡ് ഒക്കെ നോട്ടീസ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്ന സംഭവം, കാളവണ്ടിയിൽ മുമ്പ് വിളിച്ച് പറയുന്ന സംഭവം, അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു വേ ഓഫ് അഡ്വർടൈസിങ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിരൽ തുമ്പിലാണെല്ലാം. എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടോ, അത് യുണീക്കാണോ, സ്റ്റാർട്ട് എ പേജ്, ഫോക്കസ് ഇറ്റ്. എനിക്കൊരു ടാലൻ്റ് ഉണ്ടോ, ഞാൻ നന്നായി വരയ്ക്കും, ഓക്കെ ഐ വോണ്ട് ടു സെൽ മൈ പിക്ചേഴ്സ്, ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുക, സെൽ ഇറ്റ്. ഇത് ഈസിയർ വേ ആണ്. ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഡോർ സ്റ്റെപ്പിലുള്ളത്, നമ്മുടെ വീട്ടിൽ, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. തിരിച്ച് ഞാൻ നന്ദിലത്ത് ജിമാർട്ടിലേക്ക് വന്നാൽ എന്താണ് ഫ്യൂച്ചർ ഇപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ 14 ജില്ലകൾ കംപ്ലീറ്റ് ചെയ്തു. അച്ഛന് ഇനിയുള്ളൊരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 30 കിലോമീറ്റേഴ്സിലും നന്ദില ജിമാർട്ട് വേണം. അടിപൊളി. അപ്പം നമ്മളിപ്പോൾ കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് 8 ബ്രാഞ്ചസോളം വന്നിട്ടുണ്ട്, ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ നമ്മൾ 8 ഓൾമോസ്റ്റ് 9ാമത്തെ ആയി, വടക്കാഞ്ചേരിയും കൂടെ കൂട്ടിയപ്പോൾ. അതുപോലെ ഓരോരോ ജില്ലകളിൽ നമ്മൾ എക്സ്പാൻഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ആർക്കും സമയമില്ല അല്ലേ. ഇന്നൊരു പണ്ടൊക്കെ ആയിരുന്നു ടൗണിൽ പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത അല്ലേ. എല്ലാവരും പറയാ തൃശ്ശൂർ അല്ലെങ്കിൽ അങ്ങാടി പോവുക എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ. അപ്പോൾ ടൗണിലേക്ക് പോവുക ഷോപ്പ് ചെയ്യാനായിട്ടെന്ന് പറയും. പക്ഷേ ഇന്ന് ആർക്കും ടൗണിൽ പോയി ഷോപ്പ് ചെയ്യണമെന്നില്ല. എല്ലാ ബ്രാൻഡ്സും അവരുടെ വീട്ടുമുറ്റത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏത് ബ്രാൻഡാണ് ഇല്ലാത്തതെന്ന്. ഇന്ന് ഇപ്പം സ്റ്റുഡിയോ തന്നെ എക്സാമ്പിൾ എടുക്കാം. കൊച്ചിയിൽ തന്നെ എത്രയുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഒരു 30 കിലോമീറ്റേഴ്സ് വേണ്ട അവരുടെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ. പക്ഷെ അതിലൊരു ചേഞ്ചും ഇല്ല. അതായത് അവരെടുക്കുന്ന സെയിം
കൈൻഡ് ഓഫ് ഔട്ട്ലെറ്റ്സ് ആണ് അവരുടെ വലുപ്പത്തിൽ തന്നെയാണ് അവർ എല്ലാ ഔട്ട്ലെറ്റ്സും പോകുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മളും ഫോക്കസ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. കാരണം ആൾക്കാർക്ക് മോർ കൺവീനിയൻ്റ് ആണ് ഈ ബ്ലോക്കിൽ കൂടെ, ഈ തിരക്കിൽ, അല്ലെങ്കിൽ ടൈമില്ല, ജോലി കഴിഞ്ഞിട്ട് സമയമില്ല ടൗൺ വരെ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ വീട്ടുമുറ്റത്ത് തന്നെയെന്ന്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ 30 കിലോമീറ്റേഴ്സിലും ഗോപുനന്ദിലെ ജീവമായിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഒരു കണക്കിന് ടൗണിൽ പോയി വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം അല്ലേ. ഇന്ന് ഓൺലൈൻ ട്രെൻഡ് വന്നത് എന്താ, ഇപ്പൊ സ്വിഗ്ഗി, ഇൻസ്റ്റാ വന്നു, ഇൻസ്റ്റാമാർട്ട് വന്നു, ബ്ലിങ്കിറ്റ് വന്നു. ഇതൊക്കെ വരാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? എല്ലാം നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പിൽ എത്തുകയാണ്. 10 മിനിറ്റ് അതിനുള്ളിൽ എത്തുകയാണ്. ഇനി എല്ലാം ഞാൻ കേട്ടു ദുബായിലൊക്കെ ഡ്രോണിൽ വരുന്നുണ്ട് സംഭവങ്ങള്, ട്രാഫിക്കിനൊക്കെ കടത്തി വെട്ടിയിട്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ വരും. ശരിയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചിട്ടില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോലും ഞാനും നിർത്തി സൂപ്പർ മാർക്കറ്റ്. ശരിയാണ്. അല്ല, എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈമില്ല. അത് പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അതിനുള്ള സമയത്തിനേക്കാളും നമുക്ക് ഡോർ സ്റ്റെപ്പിൽ എല്ലാ കാര്യങ്ങളും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറെ അൺവാണ്ടഡ് സാധനങ്ങൾ മേടിച്ചു വെക്കും. ഇതാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കും. അതും അതിനൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർക്ക് കൺവീനിയന്റ് ആവുകയാണല്ലോ. അപ്പൊ ആ കൺവീനിയൻസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ 30 കിലോമീറ്റേഴ്സിലേക്കും ഗോപുനന്ദിലത്ത് വളരുകയാണ്. അതെ. എത്ര വർഷം കൊണ്ടാണ് ആ വളർച്ച പ്രാബല്യത്തിലാകുന്നത്? ഞങ്ങൾക്കൊരു സെഞ്ചുറി എത്തിക്കണം പെട്ടെന്ന്. അതിപ്പോൾ ഈ ഓണത്തിന് തന്നെ ഞങ്ങൾക്കൊരു ലൈൻഡപ്പ് ആയിട്ടുണ്ട് ഒത്തിരി. ഇപ്പോൾ അതേ അടുത്ത ആഴ്ച ഒരു ഇനോഗ്രേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം ലൈൻഡപ്പ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും അതിന് എന്താ പറയുക, ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെയും ദൈവത്തിൻ്റെയും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ ഫാമിലി പോലെ നിൽക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഞങ്ങൾ അച്ചീവ് ചെയ്യും. ഈ വർഷം തന്നെ അച്ചീവ് ചെയ്യും? ഈ വർഷം തന്നെ അച്ചീവ് ചെയ്യും. ഓക്കെ, അടിപൊളി. ഇത്രയും പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. 100ലേക്ക്, ഇഫ് നോട്ട് 100, ബട്ട് ദെൻ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട് എല്ലാ വർഷവും ഇത്രത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അതിലേക്ക് എത്തും, എന്തായാലും എത്തും. അപ്പം അച്ഛനും 2 മക്കളും, ചേട്ടനുണ്ടല്ലേ ഐശ്വര്യക്ക്? അനിയനാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഇടം വലമുണ്ട്. അച്ഛനത് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തു നിന്നും, സ്പാർക്കിന്റെ ഭാഗത്തു നിന്നും, നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. ഈ പ്രേക്ഷകരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് അവരുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും അവരുടെ സഹകരണവും ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇതേപോലെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്.